ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിടാൻ പി.വി. അൻവർ വരുമോ? അൻവറിന് രണ്ട് മനസ്സുണ്ടെങ്കിലും ബേപ്പൂരിൽ അൻവർ തന്നെ പോരിനിറങ്ങണമെന്നാണ് UDF നേതൃത്വത്തിന്റെ ആഗ്രഹം. ബേപ്പൂരിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ആശങ്കയിലാക്കുന്നതാണ് അൻവർ ചർച്ച. ഏതായാലും അൻവറിനെ സ്വാഗതം ചെയ്തും എതിർത്തും മണ്ഡലത്തിൽ ഉയർന്ന ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ ബേപ്പൂരിലെ ചൂടുള്ള ചർച്ച. എനിക്കൊന്ന് ഷഹീദ്, ഇതുപോലെ അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഈ മണ്ഡലത്തിൽ ഒരുപാട് പോസ്റ്ററുകൾ പിന്നെയും വന്നിട്ടുണ്ട്. അത് അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടൊക്കെ രണ്ട് ഫ്ലെക്സ് ബോർഡുകളാണ് വന്നത്. പക്ഷെ ഇപ്പോൾ അൻവറിനെ എതിർത്തുകൊണ്ട് അൻവർ മണ്ഡലത്തിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും രണ്ടും അല്ല, ഇഷ്ടംപോലെ ബോർഡുകൾ വന്നിട്ടുണ്ട്. ഏതായാലും അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകളൊക്കെ അൻവർ അറിഞ്ഞുകൊണ്ടാണോ വന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അൻവർ ബേപ്പൂർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് UDF മണ്ഡലത്തിലുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എനിക്കൊന്ന് കോൺഗ്രസിന്റെ ഒക്കെ അറിവോടുകൂടി തന്നെയാണ് വന്നതെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, കാരണം അത് വെറുതെ അങ്ങനെ ഒരു ആവേശം അൻവർ പറയുന്നതല്ല. അൻവറിന്റെ മനസ്സിന്റെ അകത്തുള്ള ഒരു പ്രതികാര ബുദ്ധി കൂടി അതിൻ്റെ അകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയോടുള്ള ഒരു പ്രതിഷേധവും എതിർപ്പും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അത്ര നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളയണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്. എൻ്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ്. ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും മരുമാനിസത്തെയും അവസാനിപ്പിക്കാൻ UDFനോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീറും വാശിയൊക്കെ എപ്പോഴും ഉണ്ടാവില്ലേ? അൻവറിനുള്ളിലെ പോരാളി ഉറങ്ങാൻ സാധ്യതയില്ലല്ലോ. അല്ല, വീറും വാശിയും പ്രതികാര ബുദ്ധിയും എല്ലാം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രം ജയിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് അൻവർ പുറപ്പെടുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ആലോചിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിയാസിനുണ്ടായ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 26,267 വോട്ടാണ്. അതായത് 1,00,000-ലധികം പേരും. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,700 വോട്ടിന്റെ ലീഡേ ബേപ്പൂർ LDFനുള്ളൂ. അതായത് സാഹചര്യം മാറി. അൻവർ വന്ന് ഇളക്കിയാൽ ഇളകുമോ എന്നൊരു ആശങ്ക ഉണ്ട്. ഏതായാലും അൻവറിന് ബേപ്പൂരിൽ സീറ്റ് കൊടുക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അതൊരു ബേപ്പൂർ മാത്രം അടങ്ങുന്നതായിരിക്കില്ല ആ ആവേശം. ജില്ലയിലെ മണ്ഡലങ്ങളിൽ മറ്റു കോൺഗ്രസ്സുകാർക്ക് എല്ലാം തന്നെ അതൊരു വലിയ ആവേശം ഉണ്ടാവും, ഒരു ഓളം ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നലെ ചേർന്ന DCC നേതൃയോഗത്തിൽ അൻവർ ബേപ്പൂർ മത്സരിക്കുന്നതിനെതിരെ വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ KP നൗഷാദ് അലി, ആദം ബുൾസി തുടങ്ങിയ ആളുകളുടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. അതിന് പുറമെ NK രാഘവനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലുള്ള സീനിയർ നേതാക്കന്മാർക്കും അൻവർ വരുന്നതിനെതിരെ വിയോജിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ വിയോജിപ്പൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള തീരുമാനം വരുന്നതോടുകൂടി ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും അൻവർ ഇവിടെ വരുവാണെങ്കിൽ അതൊരു ഓളം ക്രിയേറ്റ് ചെയ്യും, അതിന് സംശയമില്ല. കോൺഗ്രസിൻ്റെ ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ബേപ്പൂർ ഇപ്പം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒരു ബോർഡാണ്, അൻവറിനെതിരെയുള്ള ബോർഡ്. അതായത് അൻവർ ബേപ്പൂരേക്ക് വരണ്ട എന്ന് പറയുന്ന ബോർഡ്. പക്ഷേ അതിൻ്റെ അർത്ഥം അൻവർ വരുന്നതിനെ ആരോ ഭയപ്പെടുന്നു എന്നുകൂടിയല്ലേ? അല്ലെങ്കിൽ വരുന്നതിനെ ചെറുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നല്ലേ? പക്ഷേ ഈ റിയാസ് വന്നതിന് ശേഷം ബേപ്പൂര് ടൂറിസം വികസന പദ്ധതികളൊക്കെ കുറേ വന്നല്ലോ. ഇപ്പോൾ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി അവിടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ വോട്ടായി മാറുമെന്ന് LDFന് ന്യായമായും പ്രതീക്ഷിച്ചൂടെ? അല്ല, ഒരുപാട് വികസനം വന്നിട്ടുണ്ട്. ഒരുപാട് മേഖലകൾ വലിയ വികസനങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ വികസനം വന്നതിന് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോഴാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ, ബേപ്പൂർ മണ്ഡലത്തിൽ LDFന് കിട്ടിയിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നം. അപ്പം ഈ പറയുന്ന വികസനത്തിനൊപ്പം മറ്റു ചില കൗണ്ടർ നരേഷനും ഉണ്ട് എന്നുള്ളതാണ് മണ്ഡലത്തിൽ അല്ലേ? തീർച്ചയായും അതെ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം 26,000 വോട്ടിൽ നിന്ന് താഴേണ്ട കാര്യമില്ലല്ലോ. അതൊരു ചെറിയ ഇടിവല്ലല്ലോ. അപ്പം ബേപ്പൂര് അങ്ങനെ മറിക്കണമെങ്കിൽ നല്ല കരുത്തുള്ള കലാസികൾ തന്നെ വേണ്ടി വരും. അല്ല, ബേപ്പൂർ ഇപ്പം കലാസികളെ പുറത്തുനിന്ന് കൊണ്ടുണ്ടല്ലോ. ബേപ്പൂരിന്റെ കലാസികളുടെ നാടല്ലേ, വേണമെങ്കിൽ അൻവറിനെ ഒരു നേതാവാക്കിയിട്ട് കൊണ്ടുവന്നാൽ പോരെ. അത് ശരിയാ.